നീ എന്താ രാജീവായി പറയുന്നത്? എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത പെണ്ണിനെ തന്നെ വേണോ നിനക്ക് കല്യാണം കഴിക്കാൻ? ഭാനുമതി അമ്മ രാജീവിന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന നിമിഷം മറുത്തൊരുത്തരം അവനില്ലായിരുന്നു. ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാണ് അമ്മേ പറഞ്ഞത്. ലക്ഷ്മി, അവൾക്കിനി എന്തു കുറവുണ്ടെങ്കിലും നാലകത്ത് വീട്ടിൽ രാജീവ് മേനോന് ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ലക്ഷ്മിയായിരിക്കും. എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അത് നടക്കില്ല രാജീവ. കാര്യം ശരി, എൻ്റെ കൂടപ്പിറപ്പാണെന്ന് കരുതി വീൽ ചെയറിൽ ജീവിതകാലം മുഴുവൻ വീൽ ചെയർ ഉന്തി നടക്കുന്നവളെ സ്വീകരിക്കാനുള്ള മനസ്സൊന്നും എനിക്കില്ല. വേണമെങ്കിൽ നിനക്ക് ദേ ഈ നിൽക്കുന്ന ശോഭ മോളുടെ മോളെ കെട്ടാലോ? നല്ല കുട്ടിയാണവൾ. ഒന്നില്ലെങ്കിലും നിന്റെ അച്ഛൻ പെങ്ങളുടെ മോളല്ലേ അവള്. അടുത്തു നിൽക്കുന്ന അപ്പച്ചി ശോഭയെ നോക്കി അവർ പറയുമ്പോൾ അവരുടെ മുഖവും തെളിഞ്ഞു വന്നു. അതെ മോനെ, ഗ്രീഷ്മയ്ക്ക് നീന്ന് പറഞ്ഞ ജീവനാ. ഞാൻ സ്നേഹിച്ചത് ലക്ഷ്മിയാണപ്പച്ചി, അല്ലാതെ ഗ്രീഷ്മയല്ല. ലക്ഷ്മിക്ക് ഞാൻ കൊടുത്ത വാക്കാണ്, അവളെ ഒരിക്കലും കൈവിടില്ലെന്ന്. അമ്മയുടെ വാക്ക് കേട്ട് അപ്പച്ചി തുള്ളാൻ നിൽക്കണ്ട. രാജീവനും ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു ആ സമയം. എടാ, അവള് പേറുവെന്ന് നിനക്ക് എന്താ ഉറപ്പ്? നിന്റെ രക്തത്തിൽ ഒരു കൊച്ചിനെ കാണണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. ഈ വംശം നിലനിർത്തേണ്ടതാണ്. അവൾക്ക് എനിക്കൊരു കുഞ്ഞിനെ തരാൻ കഴിഞ്ഞില്ലെങ്കിലും അമ്മയുടെ വംശം അറ്റുപോവില്ല. അമ്മയുടെ ഇളയ മകനുണ്ടല്ലോ, അവൻ വിവാഹം കഴിച്ചാലും ഒരു കുഞ്ഞുണ്ടാകും. പക്ഷെ ഈ പേര് പറഞ്ഞ് ലക്ഷ്മിയെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. ഇന്ന് നാലകത്ത് വീട്ടിൽ രാജീവ് മേനോൻ തല ഉയർത്തി നിൽക്കുന്നതിന് കാരണം തന്നെ അമ്മാവനാണ്. തല മറന്ന് അമ്മ എണ്ണ തേക്കരുത്. സ്വന്തം ആങ്ങള ചെയ്തു തന്ന സഹായമെല്ലാം അമ്മ മറന്നുപോയല്ലേ. കടം കയറി അച്ഛൻ ഒരു മുഴം കയറിൽ ജീവൻ ഒടുക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു അമ്മയെയും അനിയനെയും കൊണ്ട് മുൻപോട്ട് എങ്ങനെ ജീവിക്കണമെന്ന്. അന്ന് അച്ഛൻ്റെ ഈ പെങ്ങളെ കണ്ടില്ല, മറ്റു ബന്ധുക്കളാരെയും കണ്ടില്ല. കാണില്ല. കാൽക്കാശിന് ഗതിയില്ലാതെയല്ലേ നാലകത്ത് ഗോവിന്ദൻ നായർ ഒരു മുഴം കയറിൽ തൂങ്ങിയത്. പിന്നെ ഇവിടെ കടിച്ചു തൂങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അല്പം വിഷത്തിൽ തീരേണ്ട 3 ജന്മങ്ങൾക്ക് പുതുജീവൻ തന്നത് അമ്മാവനാണ്. തെക്കേപ്പുറത്ത് അമ്മാവൻ്റെ സ്ഥലം വിറ്റ് കിട്ടിയ കാശിനാണ് ഞാൻ ബിസിനസ് തുടങ്ങിയത്, ഈ കുടുംബത്തെ കരകയറ്റിയത്. രാജീവിൻ്റെ ശബ്ദം ഇടറി തുടങ്ങിയിരുന്നു ആ നിമിഷം. അതൊക്കെ ഏട്ടൻ തന്നത് ഏട്ടൻ്റെ വയ്യാത്ത പെണ്ണിനെ നിന്റെ തലയിൽ കെട്ടിവെക്കാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ ആ ദാനം ഞാൻ വാങ്ങില്ലായിരുന്നു. ആ അമ്മയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു ആ നിമിഷം. എങ്കിലും നീ ഭൂമിയിൽ നമ്മൾ 4 പേരും കാണില്ലായിരുന്നു അമ്മേ. അമ്മാവനോടുള്ള കടപ്പാട് മാത്രമല്ല എനിക്ക് ലക്ഷ്മിയോടുള്ള സ്നേഹം. ഒന്നുമില്ലായ്മയിൽ പോലും എൻ്റെ കൂടെ നിന്നവളാണവൾ. അവൾ തന്നെയായിരിക്കും എൻ്റെ പെണ്ണ്. പറഞ്ഞുകൊണ്ട് രാജീവ് അകത്തേക്ക് പോകുമ്പോൾ ആ രാജീവിൻ്റെ കടുത്ത തീരുമാനത്തിന് മുൻപിൽ ഭാനുമതി അമ്മ നിസ്സഹായായ നിമിഷമായിരുന്നു അത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം നാത്തൂനെ? വന്നത് വന്നു, കൊന്നുകളയാൻ പറ്റില്ലല്ലോ. ഞാനും ആഗ്രഹിച്ചതാ രാജീവിനെ കൊണ്ട് എൻ്റെ മോളെ കെട്ടിക്കണമെന്ന്. അവൾക്ക് കൂടെ അവകാശപ്പെട്ട തറവാടല്ലേ ഇത്. എൻ്റെ ആങ്ങളെ തൂങ്ങി മരിച്ചെന്ന് കരുതി ആ ബന്ധം ഇല്ലാതാകുന്നില്ലല്ലോ. ശോഭ കണ്ണു തുടയ്ക്കുമ്പോൾ അവൾക്കടുത്തേക്ക് വന്നു ഭാനുമതി അമ്മ. ശോഭേ, നിന്റെ മോള് തന്നെയായിരിക്കും ഈ തറവാടിൻ്റെ അവകാശി. കണ്ട കാലും കൈയും ഇല്ലാത്തതുങ്ങളെ ഇവിടെ വാഴിക്കില്ല ഞാൻ. ഭാനുമതി അമ്മ പറയുമ്പോൾ ആ മുഖത്തേക്ക് കൗശലത്തോടെ നോക്കി ആ സ്ത്രീ. രാജീവൻ ലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടുന്ന അതേ മുഹൂർത്തത്തിൽ എൻ്റെ ഇളയ മകൻ രാഹുൽ ഗ്രീഷ്മയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. രാഹുൽ സമ്മതിക്കോ നാത്തൂനെ? ഇനി അവനും വല്ല ചട്ടിയെയോ പൊട്ടിയെയോ കണ്ടുവച്ചിട്ടുണ്ടോയെന്ന് ആർക്കറിയാം? ശോഭയുടെ മുഖത്തെ പരിഹാസം ഭാനുമതി അമ്മയ്ക്ക് ഒന്നു കൊണ്ടു. അതിന് രാഹുലിന് നിന്റെ ആങ്ങളയുടെ സ്വഭാവമല്ല, എൻ്റെ സ്വഭാവമാണ്. അവൻ ഞാൻ പറയുന്നതേ കേൾക്കൂ. ആ അമ്മ ചവിട്ടിത്തുള്ളി അകത്തേക്ക് പോകുമ്പോൾ ശോഭ കൗശലത്തോടെ ചിരിച്ചു. ഭാനുമതി അമ്മയുടെ എതിർപ്പുകളെ അവഗണിച്ച് രാജീവിൻ്റെ താലി ലക്ഷ്മിയുടെ കഴുത്തിൽ കയറുമ്പോൾ 100,000 തവണ ദുശകുനമെന്ന് പേരവർ വിളിച്ചു കഴിഞ്ഞിരുന്നു അവളെ. അതേ നിമിഷം തന്നെ രാഹുലിൻ്റെ താലി ഗ്രീഷ്മയുടെ കഴുത്തിൽ കയറുമ്പോൾ അവർ ചിരിച്ചുകൊണ്ടാണ് ആ മരുമകളെ സ്വീകരിച്ചത്. എൻ്റെ വീട്ടിലേക്ക് വിളക്കെടുത്ത് വലങ്കാല് വെച്ച് വരുന്ന മൂത്ത മരുമോളെയാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇത് വിളക്കിന് പകരം അവളെ തൂക്കിയെടുക്കണം. മുഖം കറുപ്പിച്ചവർ വിളക്കുമായി ഉമ്മറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ വീൽ ചെയറിലിരുന്ന ലക്ഷ്മി രാജീവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ഇന്നാ ഗ്രീഷ്മ മോളെ, ഐശ്വര്യയായി വലതുകാല് വെച്ച് കയറിക്കൂ. കൊണ്ടുവന്ന വിളക്ക് ഇളയ മരുമകളുടെ കയ്യിൽ കൊടുത്ത് അവളെയും
ഇളയ മകനെയും അകത്തേക്ക് ആനയിക്കുമ്പോൾ മുറ്റത്ത് രാജീവും ലക്ഷ്മിയും മാത്രമായി. അമ്മ നിന്നെ അംഗീകരിക്കും വരെ എല്ലാം സഹിക്കാൻ നിനക്ക് കഴിയണം മോളെ. അവളുടെ തലയിൽ മെല്ലെ തലോടി രാജീവ് തൻ്റെ 2 കൈകളിൽ ലക്ഷ്മിയെ കോരിയെടുത്ത് നാലകത്ത് വീടിനകത്തേക്ക് കയറി. വിളക്കിനു പകരം നീയാണ് എൻ്റെ വെളിച്ചം. അവൻ്റെ ആ വാക്കുകൾ മതിയായിരുന്നു അവൻ്റെ ലക്ഷ്മിക്ക് അവനിലേക്ക് ചേരാൻ. ദിവസങ്ങൾ കൊഴിഞ്ഞു പോകുമ്പോൾ ഭാനുമതി അമ്മയ്ക്കൊപ്പം ലക്ഷ്മിയെ ഉപദ്രവിക്കാൻ ഗ്രീഷ്മയും കൂടി ചേർന്നിരുന്നു. ഇളയ മരുമകളെ സ്നേഹത്തോടെ ഊട്ടുമ്പോൾ മൂത്ത മരുമകൾക്ക് അവഗണന മാത്രം. അവൾക്കൊന്നിനും കഴിയില്ല എന്ന് നട തള്ളിയെടുത്ത് എല്ലാത്തിനും കഴിയുമെന്നാണ് അവൾ തെളിയിച്ചത്. വീൽ ചെയറിൻ്റെ സഹായത്തോടെ അടുക്കളയിലെ കാര്യങ്ങളും രാജീവൻ്റെ കാര്യങ്ങളും അവൾ ചെയ്യുമ്പോൾ പോലും അവഗണനയായിരുന്നു അവൾക്ക് കിട്ടിയത്. എങ്കിലും തനിക്ക് കിട്ടിയ സൗഭാഗ്യം രാജീവാണെന്ന തിരിച്ചറിവുള്ളവൾ എല്ലാം ഒരു പുഞ്ചിരിയോടെയാണ് നേരിട്ടത്. ആ നിമിഷങ്ങളിൽ എപ്പോഴോ ലക്ഷ്മിക്ക് മുൻപേ ഗ്രീഷ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് നാമ്പിട്ടതും അവളുടെ കഷ്ടകാലം വീണ്ടും തുടങ്ങി. ഞാൻ അപ്പോഴേ അവനോട് പറഞ്ഞതാ അവൾക്ക് പെറാൻ കഴിയില്ലെന്ന്. കണ്ടില്ലേ, കൂടെ കെട്ടിക്കൊണ്ട് വന്നവൾക്ക് വരെ ഇത് മാസം 2 തിന്നു മുടിക്കാനൊരു ജന്മം. ഭാനുമതി അമ്മയുടെ ശബ്ദം മുറിക്കുള്ളിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാം കേട്ടിരുന്ന രാജീവൻ നിയന്ത്രണം വിട്ട് ചാടി എഴുന്നേറ്റതും അവൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു ലക്ഷ്മി. വേണ്ട രാജീവേട്ടാ, ഇതൊക്കെ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. അമ്മ പറയും പോലെ നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. ഒരു കുഞ്ഞിന് വേണ്ടി അല്ല ലച്ചു നിന്നെ ഞാൻ ജീവിതത്തിലേക്ക് കൂട്ടിയത്. ഇഷ്ടം കൊണ്ടാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് പെണ്ണെ നിന്നെ എനിക്ക്. അമ്മാവൻ പറഞ്ഞിട്ടും നിന്നെയും കൊണ്ട് ഈ വീട് മാറി പോകാത്തതിന് കാരണം നമ്മൾ പോയാൽ അമ്മയ്ക്ക് പിന്നെ ഇവിടെ നിൽക്കാൻ കഴിയില്ല. നിർത്തില്ല രാഹുൽ. അവൻ്റെ സ്വഭാവം എനിക്കല്ലേ അറിയാവുന്നത്. പക്ഷേ ഇനി അങ്ങനെ തീരുമാനിച്ച് നിന്നിട്ട് കാര്യമില്ല. നമ്മളെ വേണ്ടാത്തയിടത്തു നിന്നും നമുക്ക് പോകാം. നാലകത്ത് വീട്ടിൽ നിന്നും രാജീവ് ലക്ഷ്മിയെയും ചുമലിലേറ്റി ഇറങ്ങിയതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ അവൻ്റെ കഷ്ടപ്പാടുകളെ അവഗണിച്ച് ആ വീട് രാഹുലിന് എഴുതി കൊടുത്തു ഭാനുഅമ്മ. ഇനി ഈ വീടിന് അവകാശി എൻ്റെ പേരക്കിടാവാണ്, സൂക്ഷിക്കണേ മോളെ. ഗ്രീഷ്മയുടെ വയറ്റിൽ പിടിച്ചുകൊണ്ട് ആ അമ്മ പറയുമ്പോൾ ഗ്രീഷ്മയും രാഹുലും പരസ്പരം നോക്കിയൊന്ന് പരുങ്ങി. അമ്മേ, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ഉടനെ വേണ്ടെന്ന തീരുമാനം. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയി അത് ഞങ്ങൾ കളഞ്ഞു. രാഹുലിൽ നിന്നും വാക്കുകൾ കേൾക്കുമ്പോൾ ഇടിവെട്ടേറ്റതുപോലെ കസേരയിലേക്കിരുന്നു ആ സ്ത്രീ. നാത്തൂൻ എന്തിനാ വിഷമിക്കുന്നത്? കൊച്ചുണ്ടാകാൻ ഇനിയും സമയം ബാക്കി കിടക്കുമല്ലേ. ഇപ്പോൾ അതിലും സന്തോഷിക്കേണ്ട വാർത്തയുണ്ട്. ശോഭ ചിരിച്ചു തുള്ളി പറയുമ്പോൾ നിറഞ്ഞ മിഴികളോടെ അവർ ആ 3 പേരെയും നോക്കി. ഗ്രീഷ്മയ്ക്കും രാഹുലിനും UK പോകാൻ വിസ വന്നു. അടുത്ത ആഴ്ച അവർ പോകും. UK പോകാനോ? അപ്പം ഞാനിവിടെ തനിച്ചാവില്ലേ? ഭാനുമതിയുടെ തൊണ്ട ഇടറി തുടങ്ങി. അത് കൊള്ളാം. എൻ്റെ കൊച്ച് ലോണും എടുത്ത് നേഴ്സിംഗ് പഠിച്ചത് നാത്തൂനെ നോക്കി ഇരിക്കാനാണോ? പിള്ളേർ പോയി രക്ഷപ്പെടട്ടെ. ഇനി ഒറ്റയ്ക്കാണെന്നുള്ള വിഷമമാണെങ്കിൽ ഞാനിവിടെ വന്ന് നിൽക്കാം. ഒന്നുമില്ലേലും ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീടല്ലേ ഇത്. ശോഭയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തല ചുറ്റും പോലെ താഴേക്കിരുന്നു ആ സ്ത്രീ. മക്കൾ രണ്ടും UK പോയതിൽ പിന്നെ നിന്നെ പുറത്തോട്ടെങ്ങും കാണാനില്ലെന്ന് ആണല്ലോ ഭാനുമതി നാട്ടുകാർ പറയുന്നത്. മുറ്റത്തോലമടൽ ചെത്തിയിടുമ്പോൾ തൻ്റെ വീട്ടുമുറ്റത്തേക്ക് കയറി വരുന്ന സഹോദരിയെ പുച്ഛം നിറച്ചു നോക്കി ലക്ഷ്മിയുടെ അച്ഛൻ. ഏട്ടാ, രാജീവ് ഇവിടെ ഇല്ലേ? എനിക്ക് അവനെ ഒന്ന് കാണണം. ആ അമ്മയുടെ കണ്ണുകൾ താഴ്ന്നു പോയി ആ നിമിഷം. രാജീവ് മാത്രമല്ല, എൻ്റെ മോളും ഉണ്ടിവിടെ. അവൾക്കിത് മാസം 5 അതായത് എൻ്റെ കുടുംബത്തിന് ഒരവകാശി വരുന്നു എന്ന് ആ അച്ഛൻ കുറച്ച് അഭിമാനത്തോടെ പറയുമ്പോൾ ആ അമ്മ ഒന്ന് ഞെട്ടി. ആ നിമിഷം ഉമ്മറപ്പടിയിലേക്ക് വീൽ ചെയർ ഉരുട്ടി ലക്ഷ്മി വരുമ്പോൾ അവളുടെ വീർത്തുന്തിയ ഉദരത്തിലേക്ക് പോയി അവരുടെ കണ്ണുകൾ. മോളെ. ഓടി വന്നവർ അവൾക്കടുത്തേക്ക് വരുമ്പോൾ പുറകിൽ നിന്നും രാജീവിൻ്റെ ശബ്ദം ഉയർന്നു. തൊട്ടുപോകരുത് അവളെ. മോനെ, നിങ്ങളെ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത്. വാ മക്കളെ, അമ്മ അവിടെ ഒറ്റയ്ക്കാ. അമ്മയ്ക്ക് കൂട്ടിനെന്ന് പറയുന്നതല്ലേ കുറച്ചുകൂടി ഉത്തമം. എൻ്റെ ഇഷ്ടങ്ങളെ മാനിക്കാതെ ഞാൻ ചോര നീരാക്കി പിടിച്ച വീട് എഴുതി കൊടുത്ത മോനെവിടെ? അവൻ നോക്കില്ലേ അമ്മയെ? അല്ലെങ്കിൽ അവനോട് പറ UK കൊണ്ടുപോകാൻ. ഭാര്യയുടെ അമ്മയെ കൊണ്ട് പോയല്ലോ, അപ്പോൾ പിന്നെ സ്വന്തം അമ്മയും കൊണ്ടുപോകാം. രാജീവ് മുഖം തിരിച്ചു പറയുമ്പോൾ ആയമ്മ കണ്ണുനീർ വാർത്തു. അവർക്കെന്നെ വേണ്ട.
എങ്കിൽ ഞങ്ങൾക്കും വേണ്ട. ഞങ്ങളുടെ കുഞ്ഞിനെ കാത്തിരിക്കുക ഞങ്ങൾ. ഇവിടെ ഇവൾക്ക് സമാധാനമുണ്ട്, അത് കളയാൻ അങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നില്ല. അമ്മയെപ്പോലെ ഒരുപാട് അമ്മമാരുണ്ട് നില മറന്ന് പെരുമാറുന്നത്. പറ്റുന്ന സമയം മുഴുവൻ പണമോ പദവിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളോ ഉള്ള മരുമക്കളെ ഇടിച്ചു താഴ്ത്തും. എല്ലാം തികഞ്ഞവരെ എടുത്ത് തലയിലും വെക്കും. അവസാനം അവരിൽ നിന്നും തിരിച്ചടി കിട്ടുമ്പോൾ ഓടി വരും എല്ലാം കൊണ്ടും തകർത്ത മരുമക്കളുടെ അടുത്തേക്ക്. ഇവിടെ അത് നടക്കില്ല. അമ്മയ്ക്ക് പോകാം. രാജീവ് ലക്ഷ്മിയുടെ വീൽ ചെയർ തിരിച്ച് അവളെയും കൊണ്ട് അകത്തേക്ക് തിരിയുമ്പോൾ മുഖം പൊത്തി കരഞ്ഞവർ തിരിഞ്ഞു നടക്കുമ്പോൾ പടിപ്പുരയിൽ കണ്ടു സ്വന്തം കൂടപ്പിറപ്പിനെ. മൂത്ത മകനും തള്ളിക്കളഞ്ഞു അല്ലേ. ആ നിമിഷം ആയമ്മ ശ്വാസം ഒന്ന് എടുത്തുവിട്ടു. അവനെ കുറ്റം പറയാൻ കഴിയില്ല ഏട്ടാ. അത്രയ്ക്ക് മോശമായിട്ടാണ് ഞാൻ ലക്ഷ്മിയോട് പെരുമാറിയത്. എൻ്റെ ചോരയാണവൾ എന്ന് പോലും ഓർത്തില്ല. ആ വീട്ടിലേക്ക് ഇനി എൻ്റെ മോളെ വിടാൻ എനിക്ക് താല്പര്യമില്ല ഭാനു. പക്ഷേ ഈ വീടിൻ്റെ പടിപ്പുര എന്ന് നിനക്ക് വേണ്ടി തുറന്നു തന്നെ കിടക്കും. പറഞ്ഞുകൊണ്ട് ആ അച്ഛൻ പടിപ്പുര കയറി വരുമ്പോൾ മുകളിലെ ബാൽക്കണിയിൽ നിന്നും രാജീവൻ പുഞ്ചിരിച്ചു. എന്നും അവനെ സ്നേഹിക്കുന്ന ആ അമ്മാവൻ അവൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കും എന്ന വിശ്വാസത്തോടെ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.